ബീഹാറിലെ ഇന്ത്യ മുന്നണിക്കുള്ളിൽ അടി നടക്കുന്ന ഒരു മണ്ഡലമാണ് ബീഹാർ ഷെരീഫ്. മുന്നണിയിലെ ഘടകകക്ഷികളായ കോൺഗ്രസും CPIയുമാണ് മണ്ഡലത്തിൽ നേർക്കുനേർ. സീറ്റ് വിഭജനത്തിൽ സമവായത്തിലെത്താനാകാത്തത് പ്രചാരണത്തിൽ ഇന്ത്യ മുന്നണിക്ക് കനത്ത തിരിച്ചടിയായിട്ടുണ്ട്. ആ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോഴുള്ളത് ബീഹാറിൽ നളന്ദ ജില്ലയിലെ ബീഹാർ ഷെരീഫ് മണ്ഡലത്തിലാണ്. നളന്ദയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് ബീഹാർ ഷെരീഫ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ മുന്നണിക്കുള്ളിൽ അടി നടക്കുന്ന മണ്ഡലം, അതായത് മഹാഗഠബന്ധനിൽ കോൺഗ്രസും CPIയും പരസ്പരം മത്സരിക്കുന്നത് ഈ ബീഹാർ ഷെരീഫ് മണ്ഡലത്തിലാണ്. ഞാനിപ്പോഴുള്ളത് ഇവിടുത്തെ കോൺഗ്രസ് പ്രചാര സമിതി ഓഫീസിന് മുൻപിലാണ്. അവിടെയും കോൺഗ്രസിന് വേണ്ടിയും ഉമേർ ഖാൻ മത്സരിക്കുന്നു. പ്രചാരണം ശക്തമായി മുൻപോട്ട് പോകുകയാണ്. ആ പ്രചാരണ വേളയിൽ തന്നെ ആ പോസ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കും രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും, ഒപ്പം CPIയുടെ D രാജയും CPMന്റെ MA ബേബിയും എല്ലാം തന്നെ പോസ്റ്ററിലുണ്ട്. പക്ഷെ അതേസമയം തന്നെ CPIക്ക് വേണ്ടി ശിവകുമാർ യാദവും മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട്. അതായത് മഹാഗഠബന്ധൻ സ്ട്രോങ് ആണ് എന്ന് തേജസ്വി യാദവും രാഹുൽ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുമ്പോഴും മഹാഗഠബന്ധനുള്ളിൽ തന്നെ അടി നടക്കുന്ന ഒരു മണ്ഡലത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. അതായത് നളന്ദ മേഖലയിലെ ബീഹാർ ഷെരീഫ് മണ്ഡലം. അവിടെയും കോൺഗ്രസിന് വേണ്ടി ഉമേർ ഖാനും CPIക്ക് വേണ്ടി ശിവകുമാർ യാദവും പരസ്പരം മത്സരിക്കുന്നു. ബീഹാറിൽ 11ലധികം മണ്ഡലങ്ങളിലാണ് ഇത്തരത്തിൽ മഹാഗഠബന്ധനുള്ളിൽ തന്നെ കോൺഗ്രസും RJDയും ഇടതു പാർട്ടികളും തമ്മിൽ മത്സരിക്കുന്നു. അത് വലിയ പ്രതിസന്ധി ഇന്ത്യ മുന്നണിയുടെ മഹാഗഠബന്ധന്റെ പ്രചരണത്തിനുണ്ടാക്കിയിരുന്നു. സഖ്യകക്ഷികളെ ഒരുമിച്ച് ചേർത്തുകൊണ്ടൊരു വലിയ പ്രചാരണം നയിക്കാൻ പോലും ഇന്ത്യ മുന്നണിക്ക് സാധ്യമാക്കാത്തതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സീറ്റ് വിഭജനത്തിൽ പാർട്ടികൾ തമ്മിലുണ്ടായിട്ടുള്ള തർക്കം തന്നെയാണ്. This constituency, Congress and CPI contesting each other. Don't worry, you will see the results. കഴിഞ്ഞ തവണ കോൺഗ്രസും ഇടതു പാർട്ടികളും വേണ്ടത്ര പെർഫോമൻസ് നടത്താത്തതിനാൽ വേണ്ടത്ര വോട്ട് പിടിക്കുകയോ മണ്ഡലങ്ങളിൽ വിജയിക്കുകയോ ചെയ്യാത്തതാണ് കഴിഞ്ഞ തവണ മുന്നണിക്ക് തോൽവി ഉണ്ടാക്കാൻ കാരണമെന്ന വിലയിരുത്തലാണ് RJD ഉള്ളത്. അതുകൊണ്ട് RJD ഇത്തവണ ഒറ്റയ്ക്ക് 143 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. അവർ കോൺഗ്രസിൻ്റെയോ ഇടതു പാർട്ടികളുടെയോ മണ്ഡലം നോക്കാതെ വിജയിക്കാൻ സാധ്യതയുള്ള എല്ലാ മണ്ഡലങ്ങളിലും RJD സ്ഥാനാർത്ഥികളെ നിർത്തി. ഒപ്പം കോൺഗ്രസും CPIയും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്ഥാനാർത്ഥികളെ നിർത്തി. അത്തരത്തിൽ ഇന്ത്യ മുന്നണിക്കുള്ളിൽ അടി നടക്കുന്ന ബീഹാർ ഷെരീഫ് മണ്ഡലം, അവിടെ പരസ്പരം സൗഹൃദ മത്സരം എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് എന്നുള്ളത് എപ്പോഴും ഗൗരവമുള്ള മത്സരമാണ്. CPIയും കോൺഗ്രസും തമ്മിൽ മത്സരിപ്പിക്കുകയും ഒപ്പം BJP സ്ഥാനാർത്ഥി 2005 മുതൽ ഇവിടുത്തെ ജനപ്രതിനിധിയാണ് ഡോക്ടർ സുനിൽകുമാർ. അദ്ദേഹവും മത്സരിക്കുന്ന മണ്ഡലമാണ് നളന്ദയിലെ നളന്ദ മേഖലയിലെ ബീഹാർ ഷെരീഫ് മണ്ഡലം. ഇവിടെ നിന്ന് കൃഷ്ണകുമാറിനൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം.